പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ തനിമയിൽ പൂരത്തോടും പുലിക്കളിയോടൊപ്പം ഇപ്പോൾ ക്രിസ്മസ് നവവത്സര വേളയിൽ നടക്കുന്ന സാംസ്കാരിക ആഘോഷമാണ് ബൊൻ നത്താലെ. 2013 മുതൽ എല്ലാ വർഷവും ഡിസംബർ 27 വൈകിട്ട് നടക്കുന്ന ഈ സാംസ്കാരിക ആഘോഷം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ആകർഷിച്ചിരിക്കുന്നത്. ബൊൻ നത്താലെ, മെറി ക്രിസ്മസ് എന്ന പേരിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ, കേരളത്തിലും കേരളത്തിന് പുറത്തും ഇങ്ങനെ സാംസ്കാരിക ആഘോഷങ്ങൾ, ബൊൻ നത്താലെ ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളത് തൃശ്ശൂർക്കാർക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. ഇതിൻ്റെ സന്ദേശം, പ്രത്യേകിച്ച് ക്രിസ്മസ് നവവത്സര വേളയിൽ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, നമുക്കൊരു പരിപാടി വേണമെന്ന് തൃശ്ശൂരിലെ ജനത ആവശ്യപ്പെട്ടപ്പോൾ ക്രിസ്മസ് അത് പള്ളിയിൽ വെച്ച് ക്രൈസ്തവർക്ക് നടക്കുന്നു. എന്നാൽ ബൈബിളിൽ ലൂക്ക 2:10 വായിക്കുന്നു, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകണം. ഇങ്ങനെ 2013 ഒരു തൃശ്ശൂർ നഗരിയിൽ സ്വരാജ് റൗണ്ടിലൂടെ ഒരു സാംസ്കാരിക ആഘോഷം ആരംഭം കുറിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൾ ജെ കലാമാണ് അതിന് ആരംഭം കുറിച്ചത്. അത് പിന്നീട് പിറ്റേ വർഷം 2014 ക്രിസ്മസ് പപ്പമാരുടെ, ഫ്ലാഷ് മോബുകളുടെ, വിവിധ പ്ലോട്ടുകളുടെ ആഘോഷത്തോടെ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഏകദേശം 18,000-ലധികം ക്രിസ്മസ് പപ്പമാരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമായി, ക്രിസ്മസ് ആഘോഷമായി അത് 2014 ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു, ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ആരംഭിക്കുകയാണ്. ഈ വർഷം 2025 ഡിസംബർ 27 ബൊൻ നത്താലിയിൽ അതിന് സംഘാടക സമിതി പുതിയ പുതിയ പ്ലോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI പ്ലോട്ടുകൾ അടക്കമുണ്ട് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, കാണികളായിട്ട് വരുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ ഇതിൽ വരുന്നുണ്ട്. തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും കൂടി സംയുക്തമായിട്ടാണ് ക്രിസ്മസ് നവവത്സര വേളയിൽ ഈ ആഘോഷം നടത്തുന്നത്. ഈ വർഷവും നമുക്ക് സാംസ്കാരിക തലസ്ഥാനത്ത് പുലിക്കളിയുടെ നാട്ടിൽ, പൂരത്തിൻ്റെ നാട്ടിൽ, ബൊൻ നത്താലെയുടെ നാട്ടിൽ തൃശ്ശൂരിൽ നമുക്ക് ഡിസംബർ 27 ഒന്നുചേരാം. ഇത് ഒരു പ്രതീക്ഷയുടെ ഒരു അവസരമാണ്. ക്രിസ്മസ് നൽകുന്നത്, ഇപ്പോൾ ജൂബിലി വർഷം നൽകുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. നമുക്ക് ഈ ബൊൻ നത്താലെ സാംസ്കാരിക ഘോഷയാത്രയിൽ പ്രത്യാശയുടെ പങ്കുചേരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ, പുതുവത്സരത്തിൻ്റെ ആശംസകൾ, ബൊൻ നത്താലെയുടെ ആശംസകൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.